ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ 1000 സബ് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താൽ ഫുൾ മോണിറ്റൈസേഷനും 500 സബും 3000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനും, ഷോർട്ട്സ് ആണെങ്കിൽ 10 മില്യണും ഇല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനും 3 മില്യൺ, 1000 സബ് രണ്ടിനും കോമൺ ആണ്. ഇങ്ങനെ ആയാലേ നമ്മൾക്ക് റവന്യൂ കിട്ടുകയുള്ളൂ. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളുടെ വ്യൂസിൻ്റെ കാര്യത്തിൽ വന്നിട്ട് പൈസ പലരും സബ്സ്ക്രൈബേഴ്സും ഡൊനേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ജോയിൻ മെമ്പർഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾക്ക് ആരെയും നിർബന്ധിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ മെമ്പർഷിപ്പ് പലരും വിചാരിക്കുന്ന പോലെ നമ്മൾക്കല്ല, നേരിട്ടല്ല വരുന്നത്. ഇത് പോകുന്നത് ഗൂഗിൾ ആഡ്സൻസിലാണ് ഇത് അപ്ഡേറ്റ് ആകുന്നത്. ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അവിടെ തന്നെ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് 1000 സബിനും 4000 വാച്ച് അവേഴ്സുമാണ്. അതാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പലരും ആഡ്സൻസ് അക്കൗണ്ട് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടാണോ എന്ന് സംശയം ചോദിച്ചിരുന്നു. അതിനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആഡ്സൻസിൽ റവന്യൂ കിട്ടണമെങ്കിൽ 4000 വാച്ച് അവർ തികയണം. 3000 അവേഴ്സ് തികയുമ്പോൾ തന്നെ നമ്മൾക്ക് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എലിജിബിലിറ്റി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഗൂഗിൾ ആഡ്സൻസ് ഓപ്പൺ ആക്കിയാൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ 500 സബും 3000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ആഡ്സൻസ് ഓപ്പൺ ആക്കാം. വേറൊരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ, ചാനൽ തുടങ്ങി 1 വർഷമായി, ക്യാഷ് കിട്ടാനായിട്ട് വേണ്ട എല്ലാം ചെയ്തു. പിന്നെ വേറെ പുതിയ മൊബൈൽ വാങ്ങുമ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ പുതിയ മൊബൈലിൽ എങ്ങനെ കിട്ടും? നേരത്തെ എടുത്ത ഗൂഗിൾ സെൻസ് അക്കൗണ്ട് നഷ്ടപ്പെടുമോ? ഇത് ധാരാളം പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എല്ലാവർക്കും ഒരേ ഫോൺ വെച്ചിട്ട് കുറേ കാലം മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇടയ്ക്ക് ഫോണൊക്കെ കേടാവാറുണ്ട്. അപ്പോൾ വേറെ ഫോണൊക്കെ വാങ്ങുമ്പോൾ ഇതെങ്ങനെയാണ് ഈ ചാനൽ മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് ധാരാളം പേര് സംശയം ചോദിക്കാറുണ്ട്. പുതിയ ഫോണൊക്കെ വാങ്ങുമ്പോഴേക്കും ചാനൽ കിട്ടണം. അപ്പോൾ ആഡ്സൻസ് പഴയ ഫോണിൽ ഓപ്പൺ ചെയ്യാറുണ്ട്. അത് പുതിയ ഫോണിൽ കിട്ടുമോ? പിന്നെ ചാനൽ എങ്ങനെ പുതിയ ഫോണിലേക്ക് കൊണ്ടുവരും എന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചാനലിൻ്റെ ഇമെയിൽ ID, പാസ്വേഡ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പലർക്കും സ്വന്തം ചാനലിൻ്റെ ഇമെയിൽ ID പോലും അറിയാത്തവരാണ്. ഇപ്പോൾ പാസ്വേഡ് അറിയില്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടിൽ പോയിട്ട് അത് റീസെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ചാനലിൻ്റെ ID മറന്നു പോയാൽ പിന്നെ സംഗതി കുഴയും. അതുകൊണ്ട് ID മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ മറക്കാതെ ID എവിടെയെങ്കിലും ഡയറിയിലോ എന്തെങ്കിലും എഴുതി വെക്കണം. അപ്പോൾ ഈ ID വെച്ചിട്ട് നിങ്ങൾ പുതിയ ഫോണിൽ പോയിട്ട് ഗൂഗിൾ അക്കൗണ്ടിൽ ആഡ് അക്കൗണ്ട് ചെയ്ത് നമ്മൾക്ക് OTP ഒക്കെ ചോദിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പാസ്വേഡും കൊടുത്ത് നമുക്ക് പുതിയ ഫോണിൽ ഇത് ഓപ്പൺ ആക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. പിന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കാൻ പാടില്ല. അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് പറയുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ഇമെയിൽ ID, ചാനലിൻ്റെ പാസ്വേഡിൻ്റെ ഇമെയിൽ IDയും പാസ്വേഡോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. അത് വളരെ സീക്രട്ടായിട്ട് രഹസ്യ സ്വഭാവത്തിൽ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ വേറെ ആരുടെയെങ്കിലും കയ്യിലായപ്പോൾ നമ്മുടെ ചാനൽ ഹാക്കാകാനും ഈ ഹാക്കർ വന്നിട്ട് ആവശ്യമില്ലാത്ത കണ്ടൻറ്റൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് നമ്മൾ കുഴപ്പത്തിൽ പോയി ചാടാനുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും ലോകത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാത്തവർ, പുതിയ ക്രിയേറ്റേഴ്സും യൂട്യൂബിൽ പുതിയതായിട്ട് വന്നവരും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. അപ്പം പലരുമുണ്ട് പുതിയ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കടയിലുള്ള ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എനിക്കിതൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അടുത്തിടെ തന്നെ എനിക്ക് പരിചയമുള്ള ഒരാൾ ഇതുപോലെ കടയിൽ കൊണ്ടുപോയിട്ട് ഫോണ് എല്ലാം കയ്യിൽ കൊടുത്ത് പുതിയ ഫോണിൽ അവർ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് വീട്ടിൽ കുറേ ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും അതിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് മോശപ്പെട്ട മെസ്സേജുകളും കാര്യങ്ങളും ഈ IDയിൽ തന്നെ അവർ കയറി വന്ന് പലതും ചെയ്യുന്നതുമൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ അത് അവസാനം ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ശരിയാക്കി എടുത്തത്. അപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത കാര്യം ഉണ്ടെങ്കിൽ വല്ലവരുടെയും കയ്യിലൊക്കെ കൊടുത്ത് ഈ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കരുത്. എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് നമ്മൾ പരിശ്രമിച്ച് ക്ഷമയോടുകൂടി തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ സംശയം ചോദിക്കുന്നത് കമൻസ് വഴി ധാരാളം പേര് സംശയം ചോദിക്കുന്നതിൻ്റെ മറുപടി തരാനായിട്ടാണ്. ഞാനിപ്പം പോയ വീഡിയോയിലും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ മറക്കാതെ എല്ലാവരും
ലൈക്ക് ചെയ്യുക. ധാരാളം നല്ല നല്ല കമൻസ്, ഒരുപാട് പേര്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ഞാൻ പറയാതെ തന്നെ വീഡിയോസൊക്കെ കണ്ട് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടിയും പോസിറ്റീവ് ഫീലിങ്ങോടെയും എനർജറ്റിക്കുമായിട്ട് നിങ്ങളുടെ ചാനലിലൂടെ മുമ്പോട്ട് യാത്ര ചെയ്യുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ വിജയിക്കുന്നതിനുള്ള പാത വളരെ എളുപ്പം നമ്മൾക്ക് തുറന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നും രാവിലെ നിങ്ങളുടെ കൂടെ ഞാൻ 9 മണിക്ക് വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോസ് പഴയതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റൊക്കെ ധാരാളം മുമ്പ് ഇട്ടിട്ടുള്ളതൊക്കെ ഒന്ന് ചെന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ടോപ്പിക്സുമായിട്ട് ഇന്ന് രാവിലെ നിങ്ങളുടെ കൂടെ ഞാൻ 9 മണിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.